വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയ് പത്തിരിയാണ് കേട്ടോ. റേഷൻ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചിട്ട് തലേദിവസം തന്നെ അരി വെള്ളത്തിലിട്ടിട്ട് കുതിർക്കുന്നുള്ള അത്രയും സമയം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. അല്ലെങ്കിൽ 4-5 മണിക്കൂർ കുതിർക്കണം, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ കുതിർത്താൽ മതി. പിന്നെ നല്ല ടേസ്റ്റുമാണ്. റേഷൻ അരി ആണല്ലോ. ഇനിയിപ്പോൾ റേഷൻ അരി കിട്ടുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വേകുന്ന ഏതെങ്കിലും വെള്ള പുഴുക്കലരി എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. ഒന്ന് പോയി നോക്കാം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല, അവിടെ കുറച്ച് മലകളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു നല്ലൊരു മെയിൻ റോഡിലേക്ക് ഒരു ഗ്രാമത്തിൽ കൂടി ഒരു വഴിയുണ്ട്. ഇടയ്ക്ക് അത് കാണാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമുക്ക് പോയിട്ട് നെയ് പത്തിരി എങ്ങനെ ചെയ്ത് നോക്കാം. ഒരു കപ്പ് റേഷനരി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേഗം നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം. ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ മൂടി വെക്കണം. ഇപ്പോൾ അത് 1 മണിക്കൂർ വരെ ഇരുന്നാലും കുഴപ്പമില്ല. ഒരു മിനിമം 30 മിനിറ്റ് എങ്കിലും ഇത് മൂടി വെക്കണം. എന്നാൽ മാത്രമേ നല്ലോണം ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം കണ്ടോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ആ ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് സാധാരണ നോർമലായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ ചെറിയ ചൂടുണ്ടാവില്ല, ആ ചൂടൊന്ന് മാറ്റാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് അത് അരച്ചെടുക്കണം. മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 10-12 ചെറിയ ഉള്ളി മീഡിയം വലിപ്പമുള്ളത്, 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഒരു വലിയ സ്പൂൺ ഫുള്ള് പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം അതിൻ്റെ തിക്നെസ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന് ശേഷം ഒന്ന് അരച്ചെടുത്തപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുള്ളത്. കുറച്ചും കൂടി അരയാനുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ആ അരി ഒന്ന് മുറിഞ്ഞു വരികയോ ചെയ്യാവുള്ളൂ. ഒത്തിരി അങ്ങ് അരയരുത് കേട്ടോ. അരയുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചെടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ അരി ഒട്ടും അരഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് തരി പോലെ കിടക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് അരിപ്പൊടി. ഇത് പത്തിരിയുടെ പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ആ അരിപ്പൊടി എടുത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അപ്പത്തിന് വേണ്ടി പൊടിച്ച് വറുത്തെടുക്കുന്ന പൊടി ഉണ്ടായാലും മതി കേട്ടോ. 1 കപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസാകുന്ന ഒരു പരുവത്തിൽ നമുക്ക് ആ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, മാവ് കുറവാണെങ്കിൽ ഇത്തിരി പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ വാഴയിലോ എന്തെങ്കിലും ഒന്ന് വെച്ച് കുറച്ച് എണ്ണ തടയി കൊടുക്കുക. എന്നിട്ടൊരു വലിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് മാവെടുത്ത് വെച്ചിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളം തൊട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തുള്ളൂ കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പത്തിരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇത്രയും ഒരു തിക്നെസ് വേണം ഇതിന്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. നെയ്പത്തിരി ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് നേരത്തിനുള്ളിൽ അതിങ്ങനെ നമ്മുടെ പൂരി പോലെ തന്നെ പൊങ്ങി വരും. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ടില്ലേ നമ്മൾ ഈ നെയ്പത്തിരി ഉണ്ടാക്കിയത്. ഇത് അരി കുതിർക്കാൻ വേണ്ട, തലേദിവസം ഒന്നും വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വെക്കാൻ വേണ്ട, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ട. വിചാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള നെയ്പത്തിരിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്.
ഇതിന് പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല, അത്രയും ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പെരിഞ്ചീരകവും തേങ്ങയും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടല്ല, അപ്പോൾ എണ്ണക്കകത്ത് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അതിന്. ആ റേഷനരിയുടെ ഒരു പ്രത്യേക വേറൊരു മണവും കൂടി ഉണ്ടല്ലോ, എല്ലാം കൂടി ആകുമ്പം സൂപ്പർ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് റേഷനരി ഒന്നും കിട്ടുകയാണെങ്കിൽ കളയണ്ട കേട്ടോ, അല്ലെങ്കിൽ വാങ്ങിക്കാണ്ടിരിക്കുകയൊന്നും ചെയ്യേണ്ട. വാങ്ങിച്ചിട്ട് ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഉടനെ തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.